നമ്മുടെ ഈ ടാങ്ക് പണിതിട്ടുള്ളത് കുഴിച്ച് 2 അടി താഴ്ത്തിയിട്ട് ടാർപോളിൻ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഗ്രോ ബെഡിലേക്ക് അക്വാപോണിക്സ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ താഴ്ത്തിയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ വെള്ളം ഗ്രോ ബെഡിലേക്ക് അടിക്കുമ്പോൾ ഇതിലെ പകുതി വെള്ളത്തോളം നമുക്ക് ഗ്രോ ബെഡിലേക്ക് അടിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ പകുതി വെള്ളം താഴുമ്പോൾ മഴക്കാലമായതുകൊണ്ട് മൊത്തം സൈഡിൽ നിന്ന് തള്ളിച്ച് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു സബ് ടാങ്ക് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് സബ് ടാങ്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതൊക്കെ വെച്ചൊന്ന് മാത്രം. ഇത് കണ്ടില്ല, ഇവിടെ ഒരു സബ് ടാങ്ക് വെച്ചിട്ട് ഇതിലാണ് സബ്മേഴ്സൽ പമ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇവിടെ നിന്നും ഈ ടാങ്കിൽ നിന്നും മേലെ ഇത് കണ്ടില്ല ഔട്ട്, ഇതിൽ നിന്നൊരു ഔട്ട് കൊടുത്തിട്ടുണ്ട്. മേലെ നിന്ന് ഈ ടാങ്കിലത്തെ വെള്ളം ഇതിൽ നിന്ന് മേലെ കൂടിയ ഇതിലേക്ക് വീഴും. ഇതിലാണ് സബ്മേഴ്സൽ പമ്പ് വെച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും നേരെ ഒരു ഞെരി PVC വെച്ചിട്ട് നേരെ നമ്മൾ ഗ്രോ ബെഡിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3/4 ഇഞ്ചായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ വെള്ളം ചാടിക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. കല്ലൊക്കെ വെച്ചിട്ട് കാണാത്ത രീതിയിൽ വെച്ചാണ്, കണ്ടില്ലേ. ഒന്ന് റെഡ്യൂസ് ചെയ്ത് 3/4ആയിട്ട് അതിലേക്ക് തന്നെ വെള്ളം ചാടിക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്നും നേരെ പോകുന്നത് ഗ്രോ ബെഡിലേക്കാണ്. ഈ ഗ്രോ ബെഡ് ഉണ്ടാക്കിയിട്ടുള്ളത് 8/6 കല്ലുകൾ 14 അടി നീളത്തിലും 4 അടി വീതിയിലും 2 നിരയായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതായത് 12 ഇഞ്ച് ഡെപ്തിലാണ് നമ്മൾ ഗ്രോ ബെഡ് ഉണ്ടാക്കേണ്ടത്. അതിലേക്ക് 550 GSM പോൾ ലൈനർ വിരിച്ചു. അതിൻ്റെ മധ്യഭാഗത്ത് വെള്ളം എത്തുന്ന രീതിയിലാണ് ഒരു FTA വെച്ച് മധ്യഭാഗത്ത് MTA വെച്ച് അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് ദൂരമുണ്ടാക്കി അതിൽ FTA വെച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെള്ളം ഇതിലേക്ക് കടത്തിവിടാനും വെള്ളം വാർന്നു പോകാനും ഒറ്റ പൈപ്പിലൂടെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു FTA MTA ഇതേപോലെ ചെയ്തിട്ടുള്ളത്. പുറകുവശത്ത് നമ്മൾ മോട്ടറിൽ നിന്ന് വരുന്ന കണക്ഷൻ കൊടുത്തു. എന്നിട്ട് ഈ ഗ്രോ ബെഡിൽ നിറയെ വെള്ളം നിറക്കണം. അത് ഈ ചുളികളൊക്കെ മാറി നല്ല ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം നിറച്ച് വെക്കുന്നത്. അത് പിന്നീട് കളഞ്ഞിട്ട് വേണം നമ്മൾ മെറ്റൽ നിറക്കാൻ. മീഡിയ ഗാർഡിനായിട്ട് 4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് 13 ഇഞ്ച് നീളത്തിൽ മുറിച്ചിട്ടാണ് നിറയെ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉൾവശത്ത് 4 ഇഞ്ച് PVC പൈപ്പ് നിറയെ ദ്വാരങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ FTA നിന്നും വരുന്ന കണക്ഷൻ ഒരു 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് വെറുതെ അങ്ങനെ ദൂരമുണ്ടാക്കി ഒരു 1.5 തന്നെ ഈ 4 ഇഞ്ച് PVC പൈപ്പിൽ 1.5 തന്നെ ദൂരം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെറുതെ കടത്തി വെച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 സൈഡിലേക്കും നമ്മൾ 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് നേരെ ഒരു വലത് സൈഡിലും ഇടത് സൈഡിലും ഒരേപോലെ വെള്ളം നിറയാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് നേരെ കൊടുത്തിട്ട് അവിടെയും ഒരു 4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് നിറയെ ദൂരങ്ങൾ ഉണ്ടാക്കിയിട്ട് മീഡിയ ഗാർഡായിട്ട് വെച്ചിട്ടുണ്ട്. ഈ മീഡിയ ഗാർഡ് വെക്കുന്നത് നമ്മളെ വെള്ളത്തിൻ്റെ പോക്കുവരവ് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ്. നല്ല വെള്ളം ഇതിലൊക്കെ കയറി ഇറങ്ങുന്നത് വളരെ എളുപ്പത്തിൽ കയറാനും ഇറങ്ങാനും, ഇല്ലെങ്കിൽ അത് തടസ്സം വന്ന് കല്ലുകളൊക്കെ തടസ്സം വന്ന് വെള്ളം ശരിയായ രീതിയിൽ കയറി ഇറങ്ങുകയും ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ മീഡിയ ഗാർഡ് വെക്കുന്നത്. വെള്ളം ശരിയായ രീതിയിൽ വെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്യണം. അപ്പോൾ എല്ലാ ബെഡിലും ഇതേപോലെ മീഡിയ ഗാർഡ് വെക്കേണ്ടതുണ്ട്. മീഡിയ ഗാർഡ് വെക്കുന്നത് നമ്മുടെ മീഡിയ ഏതാണോ നിറക്കുന്നത് അതിനനുസരിച്ചുള്ള ദൂരങ്ങളാണ് അതിലുണ്ടാക്കേണ്ടത്. നമ്മളിതിൽ നിറച്ചിട്ടുള്ളത് 1/2 ഇഞ്ചിൻ്റെ മെറ്റലാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഇത് നിറക്കാൻ പാടുള്ളൂ. എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഇതിൽ 12 ഇഞ്ച് ഡെപ്തിലും നമ്മൾ ഈ 1/2 ഇഞ്ച് മെറ്റൽ തന്നെ നിറക്കണം. വേറെ ഒന്നും പാടില്ല, 1/2 ഇഞ്ച് മെറ്റൽ മാത്രമേ പാടുള്ളൂ. 1/2 ഇഞ്ച് കിട്ടില്ലെങ്കിൽ മാത്രമാണ് 3/4 ഇഞ്ചിൻ്റെ മെറ്റൽ നിറക്കുന്നതാണ് നല്ലത്. 1/2 ഇഞ്ചാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. കാരണം നമുക്ക് കൈകാര്യം ചെയ്യാനും കുറച്ചുകൂടി വെള്ളം കയറി ഇറങ്ങാനൊക്കെ നല്ലത് 1/2 ഇഞ്ച് മെറ്റലാണ്. ബേബി മെറ്റലാണെങ്കിൽ അത് മറ്റേ അതിലെ വേസ്റ്റൊക്കെ വന്നടിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ക്ലോഗ് ആവുന്നുണ്ട്. 3/4 ഇഞ്ചാകുമ്പോൾ നമുക്ക് ചെടികളൊക്കെ നടാനുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. കല്ല് നീക്കിയിട്ടൊക്കെ ചെടികൾ നടുന്നതിനൊക്കെ ഒരു ചെറിയ പ്രയാസമുണ്ട്. 1/2 ഇഞ്ചാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും 1/2 ഇഞ്ച് മെറ്റലാണ് നല്ലത്. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം 3/4 ഇഞ്ചിൻ്റെ മെറ്റൽ നിറക്കുക. എന്നിട്ട് നമ്മൾ ഈ സബ് ടാങ്ക് വെച്ചിട്ടുള്ളത് അതിലാണ് മോട്ടോർ വെച്ചിട്ടുള്ളത്. അതിൽ നിന്നും ഇതിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഗ്രോ ബെഡിൻ്റെ മുകളിൽ നിന്നും 1 ഇഞ്ച് താഴെ വരെ വെള്ളം നിറയുന്നുണ്ട്. 1 ഇഞ്ച് താഴെ വരെ വെള്ളം നിറയും. മുകളിലേക്ക് വെള്ളം വരരുത്. മുകളിലേക്ക് വെള്ളം വന്നാൽ പച്ചപ്പായൽ വന്നിട്ട് ബെഡ് ക്ലോഗ് ആവും. അത് വരാതിരിക്കാനാണ്
1 ഇഞ്ച് താഴെ വരെ വെള്ളം, മേൽഭാഗം എപ്പോഴും ഡ്രൈ ആയിരിക്കണം. അപ്പോൾ 1 ഇഞ്ച് വരെ വെള്ളം നിറയുന്നത് എത്ര സമയമാണോ നോക്കിയിട്ട് അത് ഓൺ ടൈമും, ഈ നിറഞ്ഞ വെള്ളം മോട്ടോർ ഓഫ് ആകുമ്പോൾ തിരിച്ച് ഈ ഫിഷ് ടാങ്കിലേക്ക് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 10 മിനിറ്റ് ഓണും 10 മിനിറ്റ് ഓഫ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഇതിൽ നിറയുകയും ചെയ്യുന്നുണ്ട്. 10 മിനിറ്റ് ഓഫ് ടൈമിൽ തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് പോകുന്നുണ്ട്. വീണ്ടും 10 മിനിറ്റ് നിറയുന്നു, 10 മിനിറ്റ് കൊണ്ട് ഡ്രെയിൻ ആവുന്നു. ഇതിങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്, രാപ്പകൽ 24 hours ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നല്ല രീതിയിൽ അമോണിയ, ഈ മത്സ്യങ്ങളുടെ അമോണിയ ഫിഷ് ടാങ്കിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയുള്ളൂ. അതേപോലെ ചെടികൾക്ക് ആവശ്യമുള്ള മൂലകങ്ങളും കിട്ടുകയുള്ളൂ. മോട്ടോർ ഓണാകുമ്പോൾ ഈ സബ് ടാങ്കിലെ വെള്ളം നേരെ വന്ന് ഈ ഫിഷ് ടാങ്കിൽ ചാടുന്നതോടൊപ്പം തന്നെ ഈ ഗ്രോ ബെഡിൽ നിറയും. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു മീഡിയ ഗാർഡ് 4 ഇഞ്ചിൻ്റെ PVC പൈപ്പ് നിറയെ ദൂരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിലേക്കാണ് ഈ 1.5 ഇഞ്ചിൻ്റെ PVC കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ അതിൽ നിന്ന് നേരെ ആ സൈഡിലേക്കും ഈ സൈഡിലേക്കും 1.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് വെച്ചിട്ട് അവിടെ രണ്ടിടത്തും 4 ഇഞ്ചിൻ്റെ മീഡിയ ഗാർഡ് നിറയെ ദൂരങ്ങൾ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേപോലെ എല്ലാ സ്ഥലത്തും വെള്ളം നിറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോട്ടോർ ഓൺ ആകുമ്പോൾ ഇതിൽ വെള്ളം നിറയുന്നതോടൊപ്പം തന്നെ ഫിഷ് ടാങ്കിലേക്കും വെള്ളം നിറയുന്നു. ഇതിൽ 1 ഇഞ്ച് താഴെ വരെ വെള്ളം നിറയുമ്പോൾ മോട്ടോർ ഓഫ് ആവും. 10 മിനിറ്റാണ് നമ്മൾ ഓൺ ടൈം വെച്ചിട്ടുള്ളത്. 10 മിനിറ്റ് കൊണ്ട് ഈ ഗ്രോ ബെഡ് നിറയുന്നു. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മോട്ടോർ ഓഫ് ആകും. അതിനുവേണ്ടി ടൈമറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടൈമർ ഉപയോഗിച്ചിട്ടാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓഫായി കഴിഞ്ഞാൽ ഇതിൽ ഗ്രോ ബെഡിൽ നിറഞ്ഞ വെള്ളം നേരെ ഫിഷ് ടാങ്കിലേക്കാണ് വീഴുന്നത്, സബ് ടാങ്കിലേക്ക് പോകുന്നില്ല. അവിടെ നമ്മൾ നോൺ റിട്ടേൺ വാൾവ് വെച്ചിട്ടുണ്ട് അവിടെ അതിനകത്ത്. അപ്പോൾ തിരിച്ചു പോകുന്ന വെള്ളം അതിലേക്ക് പോവാതെ ഈ ഫിഷ് ടാങ്കിലേക്ക് തന്നെ വീഴുന്നത്. അപ്പോൾ ഈ വീഴുന്ന വെള്ളം ഫിഷ് ടാങ്കിൻ്റെ ഓവർഫ്ലോ നേരെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ ഓവർഫ്ലോ പൈപ്പിലൂടെ ഇത് കണ്ടില്ലേ, ഇതിലൂടെ നേരെ ഈ സബ് ടാങ്കിലേക്ക് വീഴുന്നു. ഇതിലത്തെ വെള്ളം ഫിഷ് ടാങ്കിൽ ഈ ഗ്രോ ബെഡിലേക്ക് കയറുന്നു. ഗ്രോ ബെഡിൽ നിറഞ്ഞ വെള്ളം ഫിഷ് ടാങ്കിൽ വരുന്നു. ഫിഷ് ടാങ്കിലെ വെള്ളം സബ് ടാങ്കിൽ വരുന്നു. ഇതിങ്ങനെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 10 മിനിറ്റ് ഓൺ 10 മിനിറ്റ് ഓഫാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ടൈമറിൽ. 10 മിനിറ്റ് കൊണ്ട് ഗ്രോ ബെഡ് നിറയുന്നു. നിറഞ്ഞ വെള്ളം നേരെ ഫിഷ് ടാങ്കിലേക്ക് വരുന്നു. പിന്നെ അവിടെ നിന്ന് ഓവർഫ്ലോ സബ് ടാങ്കിലേക്ക് വന്നു. സബ് ടാങ്കിൽ സബ്മർസിബിൾ പമ്പ് വെച്ച് നേരെ ഗ്രോ ബെഡിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു. ഇതാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുഴി ഒഴിച്ച് ഉണ്ടാക്കുന്ന ഈ മണ്ണ് നീക്കിയിട്ട് ഭൂമിയുടെ താഴത്തേക്ക് ഫിഷ് ടാങ്ക് ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ഒരു സബ് ടാങ്ക് വെക്കുകയാണെങ്കിൽ ആ സബ് ടാങ്കിലായിരിക്കും വെള്ളത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാവുക. ഈ ഫിഷ് ടാങ്കിലെ വെള്ളം എപ്പോഴും ഒരേപോലെ നിൽക്കും. വെള്ളത്തിൽ ലെവൽ കുറയില്ല. ഒരേ ലെവലിൽ തന്നെ ഫിഷ് ടാങ്കിൽ വെള്ളം നിൽക്കും. സബ് ടാങ്കിലെ വെള്ളം കുറഞ്ഞും കൂടി നിൽക്കും. സബ് ടാങ്ക് പണിയുന്നത് സിമെൻറ്റിൽ പണിയുന്നതായിരിക്കും. കാരണം വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ വാട്ടർ ടാങ്കൊക്കെ ആണെങ്കിൽ പൊന്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കല്ലുകൊണ്ട് പണിതിട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റിങ് ഇറക്കിയിട്ടൊക്കെ സബ് ടാങ്ക് പണിയുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ നിന്നും നമ്മൾ എത്ര വെള്ളം കപ്പാസിറ്റിയുള്ള ഗ്രോ ബെഡാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വേണം സബ് ടാങ്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിലൊക്കെ കണ്ടില്ലേ, നനവ് കണ്ടില്ലേ, 1 അടി താഴെ 1 ഇഞ്ച് താഴെ വരെ വെള്ളം ഇപ്പോഴും കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ധാരാളം പച്ചക്കറികളും ഈ കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇതിൽ ഈ 1/2 ലിറ്ററിൽ 50 കിലോ മത്സ്യമാണ് 6 മാസം കൊണ്ട് വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 6 മാസം കൊണ്ട് 50 കിലോ വിളവെടുക്കാൻ 1000 ലിറ്ററിൽ 6 മാസം കൊണ്ട് 50 കിലോ. ഈ 50 കിലോ മീനിൻ്റെ അമോണിയ നൈട്രേറ്റൊക്കെ നീക്കം ചെയ്യാനാണ് നമ്മൾ ഈ ഗ്രോ ബെഡുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മനസ്സിലായോ? 50 കിലോന് 5 സ്ക്വയർ മീറ്റർ ബെഡ് ഏരിയ വേണം നമുക്ക്. അതിനനുസരിച്ചുള്ള ബെഡ് ഏരിയ നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ 50 കിലോ മത്സ്യങ്ങളും ധാരാളം പച്ചക്കറികളും ഉണ്ടാക്കാം.